PV വിവേകാനന്ദും വിടവാങ്ങി. മുഖ്യധാര മലയാളിക്ക് അത്രയൊന്നും പരിചിതനായിരുന്നില്ല ഈ പ്രഗത്ഭ പത്രപ്രവർത്തകൻ. മറ്റ് പലരെയും പോലെ സാധാരണ ജോലിക്കാരനായിട്ടായിരുന്നു പ്രവാസത്തിൻ്റെ തുടക്കം. അറബി ഭാഷയും രാഷ്ട്രീയവും സ്വായത്തമാക്കിയതോടെ മേഖലയിൽ നിന്നിറങ്ങുന്ന പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൻ്റെ എഡിറ്റർ പദവി വരെ കയ്യെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അറബ് മേഖലയുടെ ഉള്ളെറിഞ്ഞ പ്രഗത്ഭ പത്രപ്രവർത്തകനായിരുന്നു PV വിവേകാനന്ദ്. അറബി ഭാഷയിൽ പ്രാവീണ്യം നേടുക മാത്രമല്ല, ജോർദാനിലെ ഹുസൈൻ രാജാവ് ഉൾപ്പെടെ തലയെടുപ്പുള്ള അറബ് നേതാക്കളുമായി അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കാനും സാധിച്ചു ഈ മലയാളി പത്രപ്രവർത്തകന്. ഗൾഫിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ ആദ്യ മലയാളി എഡിറ്റർ കൂടിയായിരുന്നു ആനന്ദ്. താഴെത്തട്ടിൽ നിന്നുമായിരുന്നു ആനന്ദിന്റെ വരവ്. കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ് അറബ് മേഖലയിലെ പ്രമുഖ ഇംഗ്ലീഷ് പത്രങ്ങളുടെ എഡിറ്റർ പദവി വരെ കൈയാളാൻ സാധിച്ചതും. പദവികൾ ആനന്ദിനെ തേടി വരികയായിരുന്നു. 3.5 പതിറ്റാണ്ടിലേറെ ഗൾഫ് മേഖലയിൽ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളെക്കുറിച്ച് ആനന്ദ് നിരന്തരം എഴുതി. കൃത്യതയാർന്ന നിരീക്ഷണമായിരുന്നു പലതും. പൊതുതാൽപര്യം ഒരു ഭാഗത്ത്, പിന്നെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ വേറെ, ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്ത് പോകുന്നില്ല. ഇതാണ് അറബ് ലോകത്തെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്. മലയാളി പോകാത്ത വഴിക്കായിരുന്നു ആനന്ദിന്റെ ദേശാടനം. മുംബൈയിൽ നിന്നും തൊഴിൽ തേടി ആദ്യം ചെന്നെത്തിയത് ലബനനിൽ. അവിടെ നിർമ്മാണ ജോലിക്കിടെ ബന്ദിയാക്കപ്പെട്ടു. പിന്നീട് ജോർദാനിലേക്ക്. അവിടെ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ ജോലി. അതിനിടെയാണ് പത്രപ്രവർത്തന രംഗത്തേക്കുള്ള ചുവടുമാറ്റം. ജോർദാനിലെ ജോർദാൻ ടൈംസിൽ എഡിറ്റർ പദവിയിൽ എത്തി. ഇറാൻ ഇറാഖ് യുദ്ധ റിപ്പോർട്ടുകൾ ലോകത്തെ അറിയിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു. സോമാലിയൻ പ്രശ്നങ്ങളും ഗൾഫ് യുദ്ധവും ഫലസ്തീൻ സമരവും തുടങ്ങി ഗൾഫ് മേഖലയിലെ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും തന്നെ വിട്ടുപോകാതെ ആനന്ദ് പകർത്തി. 1997 ടോക്കിയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാജ്യാന്തര ജേർണലിസ്റ്റ് കോൺഗ്രസ് ജേർണലിസ്റ്റ് ഓഫ് ദ ഇയർ അവാർഡ് സമ്മാനിച്ചു. എങ്കിലും മലയാളി മുഖ്യധാരയിൽ ആനന്ദിന് ചെറിയ പരിഗണന പോലും ലഭിക്കാതെ പോയി. UNI-യുടെ ജോർദാൻ കറസ്പോണ്ടന്റും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗൾഫ് റിപ്പോർട്ടറുമായിരുന്നു അദ്ദേഹം. ബഹ്റൈൻ ട്രിബ്യൂണിൽ അസിസ്റ്റന്റ് എഡിറ്ററായിരിക്കെ 1998 ഷാർജയിൽ നിന്നും ഗൾഫ് ടുഡേ പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോൾ മുതൽ അതിന്റെ തലപ്പത്ത്. വിരമിച്ച ശേഷം ഗൾഫ് ടുഡേയിൽ കൺസൾട്ടിംഗ് എഡിറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു. ഒരു പേജിനകത്ത് ഒരു കുത്തോ കോമയോ അദ്ദേഹത്തിന് തെറ്റെന്ന് തോന്നുന്നെങ്കിൽ അത് പ്രത്യേകിച്ച് ഹൈഫനേഷൻസിൻ്റെ കാര്യത്തിൽ വളരെ നിർബന്ധമുള്ള ആളായിരുന്നു. അത് ഞാനൊരു ദിവസം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാനൊരു പ്രൂഫ് റീഡറായിട്ടാണ് പത്രത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ഒരു പ്രൂഫ് റീഡറുടെ കണ്ണിൽ ഇതൊന്നും പെടാതെ പോവില്ല. പിന്നെ തെറ്റ് കണ്ടാൽ അത് കറക്റ്റ് ചെയ്യണ്ടേ, പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്നത്. പിന്നെ പത്രത്തിന് ഒരു മിഡിൽ ഈസ്റ്റേൺ ഫോക്കസ് വേണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധം ഉണ്ടായിരുന്നു. അതേപോലെ വളരെ ഈ സമീപസ്ഥമായ കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ സിറ്റിയിൽ സംഭവിക്കുന്ന, ഷാർജയിൽ അല്ലെങ്കിൽ ദുബായിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പത്രത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുക്കണം. കാരണം ഈ പ്രോക്സിമിറ്റി കൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു വായനക്കാരന് പ്രധാനം എന്നുള്ള ഒരു സമീപനമായിരുന്നു. പത്രപ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളും തനിക്ക് വഴങ്ങുമെന്ന് ആനന്ദ് തെളിയിച്ചു. ദുബൈ കേന്ദ്രമായി ഇന്ത്യൻ മീഡിയ ഫോറത്തിന് രൂപം നൽകുകയും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു ആനന്ദ്. മറ്റൊരു മലയാളി പത്രപ്രവർത്തകനും സാധിക്കാത്ത വിധം അസാമാന്യമായ ഉൾക്കാഴ്ചയോടെ അറബ് രാഷ്ട്രീയത്തെ വായിച്ചെടുത്തു. അതുതന്നെയാണ് ആനന്ദിന്റെ മികവും. ജോർദാനിലും ലബനാനിലും സോമാലിയയിലും മാധ്യമപ്രവർത്തനം തികച്ചും സാഹസികമായിരുന്നു ആനന്ദിന്. സാധാരണക്കാരൻ്റെ ഒരു അടിസ്ഥാന രാഷ്ട്രീയം തൻ്റെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ കണ്ണുറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സംസാരിച്ചിരുന്നു, എഴുതിയിരുന്നു. ജോർദാനിലാവട്ടെ, ലബനോനിലാവട്ടെ, അല്ലെങ്കിൽ ബഹ്റൈനിലും പിന്നീട് UAE-യിലുമൊക്കെ ഒരു വലിയ വാത്സല്യനിധിയാണ് അദ്ദേഹം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വിവേൻ സാറിന് കഴിഞ്ഞിരുന്നു. അതുപോലെ അദ്ദേഹത്തെ കണ്ട എല്ലാവർക്കും തങ്ങളൊരു നല്ല മനുഷ്യനെ പരിചയപ്പെട്ടു എന്ന് തോന്നൽ, ഒരു നല്ല പത്രപ്രവർത്തകൻ, ഒരു നല്ല മാധ്യമപ്രവർത്തകൻ, നന്നായി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അവഗാഹമുള്ള ഒരാൾ എന്നതിനപ്പുറം നല്ലൊരു മനുഷ്യനായി കാണാൻ പറ്റുന്ന, നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെ ആയിരിക്കണം. ഏത് തൊഴിൽ ചെയ്യുമ്പോഴും നമ്മൾക്ക് ശേഷവും ആളുകൾ പറയണം അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അത് പറയിപ്പിച്ചിട്ടാണ്, അങ്ങനെ ഒരു വാക്ക് പറയിപ്പിച്ചിട്ടാണ് വിവേൻ സാർ നമ്മോട് യാത്ര പറഞ്ഞത് എന്നതിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രൂപത്തിൽ ആ കാര്യം ആലോചിക്കുമ്പോൾ ചരിതാർത്ഥ്യമുണ്ട്. മറ്റു പല മുതിർന്ന മാധ്യമപ്രവർത്തകരെയും പോലെ ജീവിതം വല്ലാതെ ആഘോഷിച്ചു തീർക്കാനുള്ള വ്യഗ്രത ആനന്ദിനെയും ബാധിച്ചു. കുടുംബജീവിതവും താളം തെറ്റി. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും മദ്യപാനവും പുകവലിയും തുടർന്നു. അതേക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ നിർവികാരതയോടെയായിരുന്നു മറുപടി.
എന്തായാലും തട്ടിപ്പോകും, ഇങ്ങനെയൊക്കെ പോകട്ടെ. ഒട്ടേറെ മലയാളി പത്രപ്രവർത്തകർക്ക് തൊഴിൽ നൽകാനും സാന്ത്വനം പകരാനും ആനന്ദ് എന്നും മുന്നിലുണ്ടായിരുന്നു. റേഡിയോ, ടെലിവിഷൻ, പത്രങ്ങൾ ഇവയിലൂടെയൊക്കെ അറബ് രാഷ്ട്രീയത്തെ ചലനങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ പകരാനും ആനന്ദ് പരിശ്രമിച്ചു. ഫലസ്തീൻ ഉൾപ്പെടെ ഇരകളുടെ വേദന വേദികളിലും എഴുത്തിലും ശക്തമായി അവതരിപ്പിച്ച ആനന്ദ് എന്ന മാധ്യമപ്രവർത്തകന് വീക്കെൻഡ് അറേബ്യയുടെ പ്രണാമം.